നമുക്കറിയാം അവളുടെ ഭർത്താവ് മരിച്ചതാ. വലിയ ഇതൊക്കെയാ. അത് ഇവിടെ നാട്ടുകാർ പറയുന്ന അല്ല, ഇവിടെ ആൾക്കാർ പറയുന്നുണ്ട്. ഇത് ആൾക്കാരാ പറഞ്ഞത്. ഇവിടെ ഒത്തിരി നിഗൂഢമായ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് സാറേ. ഈ സാറേ ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം കെട്ടിത്തൂങ്ങി മരിക്കുന്ന കഥയുണ്ടാക്കുക വേറൊരു ഉദ്ദേശങ്ങളാണ്. ഞാൻ ഇനി പറയട്ടെ. അപ്പൊ ഇതിനെ എന്തുവാ പറഞ്ഞോണ്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അന്നേരം ഫോൺ എടുക്കുന്നില്ല. ഫോൺ എടുക്കുന്നില്ല. അപ്പൊ അപ്പം തന്നെ എടുത്ത് പോയി നോക്കിയപ്പോ ഇല്ല. അവിടെ തന്നെ അവൻ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി മരിച്ചു പോയത്. ഇപ്പൊ അത് കഴിഞ്ഞാൽ ഇവരോട് പറയുന്നത് മരിച്ചെന്ന്. പക്ഷെ വ്യക്തിയോട് യാതൊരു സംഭവം. പക്ഷേ മൊത്തം 11 മണി കഴിഞ്ഞ് ഒരു സ്കൂളിൽ കാറുണ്ട്. പക്ഷെ അവരെ അതേ കിട്ടില്ല. കാരണം ഇപ്പോഴാണ് ഓടിക്കുന്നത്. അവരുടെ സ്കൂളിലെ അവരുടെ കാറേറെ അവരുടെ കാറ് നടത്താവുന്ന മധുരയിൽ താമസിക്കുന്ന മധുരയിൽ സാറിന്റെ ബൈക്ക് പിടിക്കില്ലയോ. അപ്പൊ പറയുന്നത് നമ്മുടെ അടുത്ത് ആരോ അനാവശ്യമായി കയറോ ഇവിടെ അല്ലെങ്കിൽ ബന്ധം കൂടാൻ വന്നവരാരായിട്ട് വന്നതാണ്. രാവിലെ വന്നു ഇതിനകത്ത് കയറി പിന്നെ കുറെ അവന്മാരിങ്ങനെ നമ്മുടെ ഒരുത്തനിപ്പം കിഴക്കോട്ട് പോയി. ഒരവൻ ഇവിടെ വന്ന് ഇതിനകത്ത് ഇരിക്കും. എന്നിട്ട് നമ്മുടെ ഇവിടെ കണ്ട് വന്നിരിക്കുന്ന ഏതോരവനിപ്പോ ഈ വിളിച്ചോണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അവനായിപ്പോ ഇവിടുത്തെ ആരാണെന്നുള്ള ഈ ഡ്രാമ ഉണ്ടാക്കാനായിട്ട് അവിടെ കയറി ഇരിക്കുന്നത്. ഇങ്ങനെ കുറെ എണ്ണത്തിന് അവിടെ ഇവിടെയും കയറ്റി വെച്ചുകൊണ്ട് ഇതൊക്കെയാ പരിപാടികൾ. നമ്മുടെ ഈ വൈഫൈ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അപ്പൊ ഇവിടെ ആണ് അവൻ ഇരിക്കുന്നതെന്നുള്ളതാണ് വരുത്തുന്നത്. മനസ്സിലായി? ഇതൊക്കെയാണ് അതെങ്ങനെയൊക്കെയോ നമ്മുടെ ഒരു ക്യാമറ ഇത് പോയപ്പം ഒരവൻ വന്ന് പാസ്വേഡ് ചോദിക്കും. അങ്ങനെ പല പല കാര്യങ്ങളാണ് ഇവിടെ നടത്തുന്നത്. നമ്മുടെ ക്യാമറ ഓഫ് ആകും. സാറിന്റെ ഒരു ക്യാമറ ഉണ്ടോ? ഓഫ് ആകുമോ സാറേ? ചുമ്മാ എന്നിട്ട് റെക്കോർഡ് ആവാതിരിക്കുമോ? നമ്മളത് ദിവസം എന്റെ ഈ കിടപ്പുണ്ട് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് സൈബർ സെല്ലിന് കൊടുക്കണം. വേണ്ടായോ സാറേ? എല്ലാം ഞാൻ ഡൽഹിയിലായപ്പോ ഇത് സ്ഥിരം അവിടെ ആയിരുന്നു. സ്ഥിരം ഓഫാക്കലാവും ജോലി. വൈഫൈ എന്നും ഒന്ന് പോവാ. എത്ര വൈഫൈ എടുത്താൽ മാസത്തിൽ ആഴ്ച 2-3 പ്രാവശ്യം വൈഫൈ കട്ടാകും. ഞാനിവിടെ എനിക്ക് 2008 ആ സമയത്തെല്ലാം വൈഫൈ ഉണ്ട്. വർഷത്തിൽ 1-2 പ്രാവശ്യമേ കട്ടാകത്തുള്ളൂ. അല്ലേ സാറേ? നമുക്കറിയത്തില്ലയോ അന്നത്തെ BSNL. പിന്നെ ഇപ്പൊ ഈ എയർടെൽ കട്ടാവും. ടവർ വന്നേക്കുന്നത് എവിടെ കട്ടാവാനാ? നമ്മുടെ വൈഫൈ കട്ടാക്കുക, അങ്ങനെ ചെയ്യുക. പിന്നെ വൈഫൈ കട്ടാക്കുമ്പോൾ ഇവന്മാരിതൊക്കെ തിരിച്ചിടും. നമ്മുടെ ക്യാമറ തിരിച്ചിട്ട് വൈഫൈ കട്ടാവുകയും ഈ ഇന്റർഫിയറൻസ് വഴി ഓരോന്നൊക്കെ ചെയ്യുക. ഇവന്മാരുടെ വഴികൾ പലതായി ഇവന്മാർക്കുള്ളത് കേട്ടോ. ഇങ്ങനെ നിരന്തരം നടത്തേണ്ട വേണ്ടിയോ കട്ടാക്കി. ഇവിടെ നമ്മൾ കുളിമുറിയിലോട്ട് പോയാൽ നമ്മൾ എവിടെയോ പോയി. പിന്നെ തിരിച്ചു വരുന്ന ഈ ക്യാമറ നമ്മുടെ ഇവിടുത്തെ അങ്ങ് ഓഫാക്കും. കാരണം നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്നില്ല. അതാ ഇവന്മാരാരാന്നാ ചോദിക്കുന്നത്. ഇവന്മാരാരാ സാറേ നമ്മുടെ കാര്യങ്ങൾ അറിയാൻ? അല്ല ഇങ്ങനെ നമ്മൾ അറിയാതെ നമ്മളെ കുറിച്ച് കഥകൾ ഉണ്ടാക്കുക, നമ്മളെ ട്രാപ്പിലാക്കുന്ന രീതിയിൽ ചെയ്യാൻ ഇവന്മാർക്ക് എന്താ അധികാരം സാറേ? പറ്റുമോ? ചെയ്യാനാ ഇതിപ്പം ഓരോ ഒരു സമയമുണ്ട് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കോടതി കൊടുക്കുമ്പോൾ ഇന്നതാണ് ഇവന്മാർ ഉദ്ദേശം കൊണ്ട് കറക്റ്റായിട്ട് പറയണ്ടായിരുന്നു. ഇന്നാളെ വിളിച്ചു. അപ്പൊ ഈ രാജമുക്കുനും എന്റെ കയ്യിൽ ഇരിപ്പുണ്ടത്. ഈ എന്റെ അമ്മ പതിവായിരുന്നു. ഈ രാജമ്മേന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഇവരുടെ പറഞ്ഞു വിടുന്നത്. പോലീസുകാരോട് കാണിക്കുക. അവർക്ക് കുറെ ഇങ്ങനെ വരിക ഇവര്. പോലീസുകാർ അലങ്ങല്ലേ അതാ ഇതാണ്. അവർക്ക് കുറെ കാര്യങ്ങൾ അറിയാം. ഇവിടെ ഈ ഞങ്ങളുമായിട്ട് ഇവര് പിണക്കമാണ്. ഇവരുടെ കാവിൽ എണ്ണ കൊടുക്കുക, SNDPയിലെ പലരും ഇവിടെ വന്ന് കയറി ഇരുത്തുക. അതൊക്കെ എന്തിനാ സാറേ? നമ്മളെ അവരുടെ മക്കളില്ലാത്തോണ്ട് ഇവിടെ വന്ന് നിന്നോട്ടം വിചാരിച്ചു. അപ്പൊ നമ്മുടെ വീട്ടിലെ ആരൊക്കെ ശത്രു നമ്മളെയും ശത്രു ചെയ്യോ? ആണോ അല്ലയോ സാറേ? അങ്ങനെയാണോ വേണ്ടത്? ഇവർക്ക് ഇങ്ങനെ നാട്ടുകാരെ എല്ലാം അറിയാം. എന്റെ അമ്മ വിളിച്ചു വരുത്താത്തവരെ പോലെ അവർ വിളിച്ചു വരുത്തും. എന്തോ
ഇപ്പൊ സാറിന്റെ മോടെ വീട്ടിൽ പോയാല് അവിടുത്തെ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ചാണോ നിൽക്കുന്നത് അല്ലയോ? അച്ഛനാണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യുന്നത്. നമ്മൾ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, അവരുടെ രീതികൾ എങ്ങനെയാണ് അതനുസരിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. ആണോ അല്ലയോ? പറഞ്ഞു കൊടുക്കും, അത്രേ ഉള്ളൂ. തെറ്റായിട്ടുള്ള കാര്യമാണെങ്കിൽ പറഞ്ഞു കൊടുക്കും. ആ അല്ലെങ്കിൽ അവർ നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്ന ആരും വരുന്നില്ല, നമ്മൾ അവരുടെ കൂടെ നിൽക്കത്തില്ലയോ? വല്ലവരെ വിളിച്ച് കേട്ട കാര്യം വല്ലതും ഉണ്ടോ നമ്മുടെ വീട്ടിൽ? ആ ഇത്രയും ആരെങ്കിലും പെണ്ണുങ്ങൾക്ക് കാണിക്കാൻ കാണുമോ സാറേ? ആ ആ ആ വരും. ആ ശരി. അതുകൊണ്ടാ സാറിനോട് ചോദിക്കുക കേട്ടോ, വേറൊന്നും കൊണ്ട്. ആ ആ അതെ. ആ ശരി സാറിന്റെ പേരെന്താ? ഓ ശരി. ആ ആ ഞാൻ സാറിനെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട്. ആ ആ ആ ദീപം. ആ ആ ആ ആ ആ അറിയാം. അത് നമ്മളിപ്പോൾ ഒരു സീരിയലിനൊക്കെ പോകുമെന്ന് വിചാരിച്ചു സാറേ, അവിടെ വന്ന് അവരെ കൊണ്ട് അനാവശ്യം കളിപ്പിക്കുക, അയാളുടെ കൂടെ ചെല്ലാവുന്ന വിളിപ്പിക്കുക, ഇതൊക്കെ എവിടെ നടക്കും സാറേ? ആ ആ ആ ആ ശരി ശരി. ആ അതുകൊണ്ടാണ് നമ്മൾ ഗ്രൂപ്പിൽ ചെയ്യുന്നത്. അതുകൊണ്ട് വെറുതെ വന്ന് ആരും ചെയ്യണ്ട. നമുക്ക് ആവശ്യമുള്ളത് വന്നാൽ മതി. അവരിങ്ങനെ വന്ന് കമ്മീരിപ്പായി ഇല്ലാത്ത ജോലി. ഇപ്പം ഈ സാറ് വന്നപ്പോൾ ലവനെ വിളിച്ചോണ്ട് പോയതാണ്. വിളിച്ചോണ്ട് പോയിട്ട് അവർ വിളിച്ചാൽ ജോലിയാണ്. ഇത് കുറേ എല്ലാം ഇതിനകത്ത് വന്നിങ്ങനെ ഇരിക്കുക നമ്മുടെ